ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കലി മഷ്റൂം സാലഡാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ബട്ടൺ മഷ്റൂമാണ്. ഞാൻ എടുത്തിരിക്കുന്ന ബട്ടൺ മഷ്റൂമാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ട് വൃത്തിയായി കഴുകി തൊലിയും കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രോക്കലി വേണം. ബ്രോക്കലിയും കട്ട് ചെയ്ത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. നമുക്ക് പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഉള്ളിൽ അഴുക്കും അതുപോലെ തന്നെ ഇതൊക്കെ പോകാനായിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കട്ട് ചെയ്ത് വെച്ച ബ്രോക്കലി വന്നിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം എടുക്കുക, അതിലേക്ക് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ബ്രോക്കലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രോക്കലിക്ക് ഒരുപാട് വേവില്ല, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. നമുക്കതിൻ്റെ ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ, അതല്ല അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കണേ. ഇനി നമുക്ക് അതിലേക്ക് ബട്ടർ ഇടാം, പിന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് സോയാ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കണം. എന്നിട്ട് നമുക്കതൊന്ന് എയർ ഫ്രൈ ചെയ്യാം. നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമുള്ളവർക്ക് ഇടയ്ക്ക് നോക്കിയിട്ട് നിങ്ങളുടെ പാകം അനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മഷ്റൂം ബ്രോക്കലി സാലഡ് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഗാർലിക് ബ്രെഡ് ആണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.